കൂത്താട്ടുകുളത്ത് വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നിയമസഭയിൽ ഇന്ന് നാടകീയ സംഭവങ്ങൾ അരങ്ങേറി. കൂത്താട്ടുകുളത്തെ പോലീസ് നടപടികളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ ന്യായീകരിച്ചു. ഭരണപക്ഷം അഭിനവ ദുശാസനന്മാരാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പരിഹസിച്ചു. താൻ സംസാരിക്കുന്നതിനിടെ ഭരണപക്ഷം ബഹളം വെച്ചതിൽ പ്രകോപിതനായ വി.ഡി. സതീശൻ തന്റെ പേപ്പറുകൾ വലിച്ചെറിഞ്ഞു. പിറവം എം.എൽ.എ. അനൂപ് ജേക്കബാണ് കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ നിയമസഭയിൽ ഉന്നയിച്ചത്. CPM കൗൺസിലർക്കെതിരെ സ്വന്തം പാർട്ടിക്കാർ നടത്തിയത് സമാനതകളില്ലാത്ത അധിക്ഷേപമാണ്. ഇതാണോ മുഖ്യമന്ത്രി പറയുന്ന സ്ത്രീസുരക്ഷ എന്നായിരുന്നു അനൂപ് ജേക്കബിന്റെ ചോദ്യം. പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് എല്ലാം നടന്നതെന്നും അനൂപ് ജേക്കബ് ആരോപിച്ചു. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. UDF സ്വാധീനത്തിന് വഴങ്ങിയ കൗൺസിലർ കലാരാജു രാജിവെക്കയിലെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കാലുമാറ്റമാണ് പ്രശ്നങ്ങൾ കാരണമെന്ന് ന്യായീകരിക്കാനും മുഖ്യമന്ത്രി ശ്രമിച്ചു. കോൺഗ്രസിന് ഇത് അംഗീകരിക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഏതൊരംഗവും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതല്ലേ? കാലുമാറ്റമുണ്ടായാൽ തട്ടിക്കൊണ്ടുപോകലാണോ പരിഹാരമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സ്വന്തം പാർട്ടിക്കാരിയായ സ്ത്രീയോട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ മറ്റുള്ള സ്ത്രീകളോട് എന്താകും സമീപനം? സ്ത്രീസുരക്ഷയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട. പ്രസംഗം ഭരണപക്ഷം ആവർത്തിച്ച് തടസ്സപ്പെടുത്തിയതോടെ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി. ഭരണ പ്രതിപക്ഷ പോലിൽ സ്പീക്കർ നിസ്സഹായം പ്രകടിപ്പിക്കുന്നതിനും സഭ സാക്ഷിയായി. നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറയാം. ഞാൻ ചോദിക്കുന്ന ആരും മിണ്ടുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിക്കെ നിങ്ങൾ സംസാരിക്കാതിരിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയറിന് അക്രമികൾക്കെതിരെയും കൂട്ടുനിന്ന പോലീസുകാർക്കെതിരെയും മുഖ്യമന്ത്രി നടപടിയെടുത്തില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതിനിടെ പലതവണ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ ശക്തമായ വാക്പോരുണ്ടായി. സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള തർക്കത്തിനും സഭ സാക്ഷ്യം വഹിച്ചു. 24 തിരുവനന്തപുരം.